ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മുമ്പിലും ഒക്കെ നാണം കെടുതാണ്. അറിയോ, മക്കളുടെ അടുത്ത് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായത് ഉണ്ടാക്കിയത്. ഞങ്ങളെ ഈ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല എന്നുള്ളതായിരുന്നു അവരാദ്യം ഉദ്ദേശിച്ചിരുന്നത്. 5200 സ്ക്വയർ ഫീറ്റ് കെട്ടിടം അവിടെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഉള്ളപ്പോഴാണ് ഞങ്ങൾ പൈസ ചിലവാക്കി വീണ്ടും ഒരു കെട്ടിടം പണിഞ്ഞ് ഇതുപോലെ താമസിക്കേണ്ടി വന്നത്. നമസ്കാരം, RP ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വന്തം വീട്ടിൽ നിന്നും വൃദ്ധ ദമ്പതികളെ വാടകക്കാർ പിടിച്ചു പുറത്താക്കി നിയമവും പോലീസും നോക്കി നിൽക്കെ നാടിനെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ്. കോട്ടയം ജില്ലയിലെ വാകത്താനം പഞ്ചായത്തിൽ കാടമുറി എന്ന സ്ഥലത്ത് താമസിക്കുന്ന 70-കാരനായ റിട്ടയേർഡ് ഫെഡറൽ ബാങ്ക് ജീവനക്കാരൻ ബാബുജിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി 65-കാരിയായ റിട്ടയേർഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരി L വിജയം എന്നിവരുടെ 65.5 സെൻറ്റ് സ്ഥലവും 5000 സ്ക്വയർ ഫീറ്റ് കെട്ടിടവും വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുക്കുവാൻ വാടകക്കാർ ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വാർത്തയിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. 2019 ജൂൺ മാസമാണ് 3 വർഷത്തെ കാലയളവിൽ ഉണ്ണികൃഷ്ണൻ എന്നയാളിന് ആയുർവേദ ആശുപത്രി നടത്തുന്നതിന് വേണ്ടി ഈ കെട്ടിടം വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്. കാലാവധി പൂർത്തിയായ ശേഷം കെട്ടിടമൊഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ 3 വർഷം കൂടി കാലാവധി നീട്ടിയതായി ഒരു വ്യാജ കരാറുണ്ടാക്കി നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് തികച്ചും മനുഷ്യാവകാശ ലംഘനം നടത്തി വൃദ്ധ ദമ്പതികളെ വഞ്ചിച്ച ഈ നടപടി നീതിക്ക് വേണ്ടി പോരാടാൻ നിരാഹാര സമരം നടത്തേണ്ടി വരുന്ന നിസ്സഹായരായ ഇവരുടെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം. ഞങ്ങൾക്ക് വേറെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങൾ പോകേണ്ടത്? ഞങ്ങൾ ആരുടെ അടുത്ത് പോകണം ഒരു നീതി ലഭിക്കാൻ വേണ്ടി? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് ഇല്ല, പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ല, ആരോഗ്യവകുപ്പിൻ്റെ യാതൊരു വിധത്തിലുള്ള പേപ്പറുമില്ല. 2022 ജൂൺ മാസത്തിന് ശേഷം ഇവിടെ നിൽക്കാനുള്ള ഒരു രേഖ പോലും അവരുടെ കയ്യിലില്ല. ഉണ്ട്, അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യാജരേഖ. എൻ്റെ ഒപ്പില്ല, അതുപോലെ വ്യാജമായിരിക്കുന്ന സ്റ്റാമ്പ് പേപ്പർ മേടിച്ചു. എല്ലാ തരത്തിലും വ്യാജമായിട്ടുണ്ടാക്കി ജനങ്ങളെയും പോലീസിനെയും അധികാരികളെയും രാഷ്ട്രീയ സ്ഥാപനയും കബളിപ്പിച്ച് രാഷ്ട്രീയത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് അവർ ഇത്തരത്തിലൊരു നടപടി ഇത് പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആരോടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 2 സീനിയർ സിറ്റിസൻസ്, കേരളത്തിൽ സീനിയർ സിറ്റിസൺ പ്രൊട്ടക്ഷൻ ആക്റ്റും ഒക്കെ വലിയ രീതിയിൽ ബലമായിട്ട് നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ 2 പേർക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ട് ഈ രീതിയിലേക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി നിൽക്കുന്നു. അത് 1 വർഷം, ചെറിയൊരു കാലഘട്ടമല്ല എന്ന് ഓർക്കണം. 70 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ 1 വർഷം എന്ന് പറയുമ്പോൾ ചെറുതല്ല. നാളെ അവർ എത്രമാത്രം ഏത് രീതിയിൽ പോകുന്നു. ഇപ്പോൾ സിവിൽ കേസുകൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. എത്ര നാൾ സിവിൽ കേസുകൾ നടക്കും? എത്ര നാൾ ഇത് നടത്തിക്കൊണ്ടുപോകും? ഞങ്ങൾക്കിത് കാലാവധി കഴിയുന്നിടം വരെ എല്ലാം വിധിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഭൂമി കിട്ടാനുള്ള, അതിലൊരു ദിവസമെങ്കിലും കിടന്നിറങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? ഇതൊന്നും ഉണ്ടാവാത്ത ഒരു രീതിയിലേക്ക്, അത്രമാത്രം മോശമായ ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അതുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ കിടന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്നെങ്കിൽ അവസാനിച്ചു കൊള്ളട്ടെ. ഈ നിരാഹാരം അത്തരത്തിലുള്ള അന്തിമമായിരിക്കുന്ന ഒരു സമരത്തിലേക്കാണ് പോകുന്നത്. ജനം അറിയട്ട് കാര്യങ്ങൾ, അധികാരികൾ അറിയട്ട് കാര്യങ്ങൾ. ഞാൻ നോക്കൂ, പഞ്ചായത്ത് കമ്മിറ്റി, ഇവിടെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്. ഈ പഞ്ചായത്ത് കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ ലൈസൻസ് ഇല്ലാത്ത അനധികൃതമായി സ്ഥാപനം പൂട്ടാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കഴിയും. അതുകൊണ്ട് എന്ത് കാരണവശാലും ഇവരിവിടുന്ന് പുറത്തു പോകാതെ, ഇവരിവിടുന്ന് ഇറക്കി വിടാതെ സമരം അവസാനിക്കില്ല. അവസാന നിമിഷം വരെയുള്ള ഈ പോരാട്ടം ഞങ്ങൾ തുടരും. നേരത്തെ പറഞ്ഞ പോലെ ആരും ഞങ്ങളൊന്നും ആത്മഹത്യ ചെയ്യാനോ ജീവിതം അവസാനിപ്പിക്കാനോ പോകുന്നില്ല. പക്ഷേ ഈ ഗേറ്റിന് മുമ്പിൽ സമരം കടന്നുകൊണ്ട് ഒരുപക്ഷെ ജീവിതം അവസാനിച്ചാൽ അവസാനിച്ചു കൊള്ളട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്
വിജയിക്കണം. ഇതിൽ ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, നാട്ടുകാർ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരോടൊപ്പം നിന്നുകൊണ്ട് സമരം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം ചേരണം. നീതിക്ക് വേണ്ടിയുള്ള സമരം, നാളത്തെ മക്കൾക്ക് വേണ്ടിയുള്ള സമരം. കേരളത്തിൽ ഒരു സാമൂഹ്യ നീതി നിലനിൽക്കണമെങ്കിൽ ആ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പടയോട്ടങ്ങൾ, പോരാട്ടങ്ങൾ കേരളത്തിൽ അനിവാര്യമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. അത് ഇവിടെ നിന്നും തീർച്ചയായിട്ടും തുടങ്ങണം. ആ തുടക്കം നന്നാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ ഒരു വർഷമായി 2 വയോവൃദ്ധർ തങ്ങളുടെ വീടും വസ്തുവും വാടകക്കാരിൽ നിന്ന് വിട്ടുകിട്ടുവാൻ നടത്തിവന്ന സമരം ഈ 16-ാം തീയതി നിരാഹാര സമരം നടത്തിക്കൊണ്ട് അവർ മറ്റൊരു പടി കൂടി കടക്കുകയാണ്. ഈ നിരാഹാര സമരത്തിലേക്ക് ഇവരെ തള്ളിവിടണമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. ഈ വയോവൃദ്ധരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുവാൻ ഈ സമൂഹത്തിലെ ഓരോ പൗരനും, മനസാക്ഷിയുള്ള ഓരോ വ്യക്തിയും മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. വരും ദിവസങ്ങളിൽ അവർ നടത്തുവാനിരിക്കുന്ന നിരാഹാര സമരം കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. തങ്ങളുടെ വീടും വസ്തുവും വാടകക്കാരിൽ നിന്ന് വിട്ടുകിട്ടുവാൻ കഴിഞ്ഞ 1 വർഷമായി കുടിൽ കെട്ടി സ്വന്തം സ്ഥലത്ത് താമസിക്കേണ്ടി വന്ന ഈ ദാരുണമായ അവസ്ഥ കണ്ടില്ല എന്ന് നടിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. ഇവർക്കൊപ്പം നിൽക്കുവാൻ കേരളത്തിലെ ഓരോ പൗരനും മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത്. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പുതുപ്പള്ളി മണ്ഡലത്തിലാണ് ഈ വയോവൃദ്ധർ വരും ദിവസങ്ങളിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതെന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് നീതി ലഭിക്കുവാൻ ഓരോരുത്തരുടെയും പിന്തുണ ഇവർക്കുണ്ടാകണം. കേരള ജനത ഇവർക്കൊപ്പം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് RP ന്യൂസ് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു.